الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ഒരു വലിയ ആഗ്രഹം സിറാത്തുൽ മുസ്തഖീമിൽ സന്മാർഗത്തിൽ ജീവിച്ച് മരണപ്പെട്ടു പോകണം എന്നാണ്. ഒരു കുറഞ്ഞ കാലേ ഇവിടെ ഉള്ളൂ. മരണത്തോടു കൂടിയാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. അപ്പൊ ഇവിടെയുള്ള ഈ കുറഞ്ഞ കാലം ഹിദായത്തിൽ സന്മാർഗത്തിൽ ജീവിച്ച് മരണപ്പെട്ടു പോകണം. അതൊന്നേ ഉള്ളൂ. നേരെ മറിച്ച് അതിന്റെ വിപരീതമാകുന്ന വലാലത്ത് ഒരുപാടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഒരു നേർവര വരച്ചിട്ട് ആ നേർവരയിൽ നിന്ന് അതിന്റെ മറ്റു പാർശ്വങ്ങളിലേക്ക് നിരവധി വരകളും വരച്ചു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, കാണുന്ന ഈ നേരവരയില്ലേ, ഇതാണ് സിറാത്തുൽ മുസ്തഖീം. അതിൽ നിന്ന് വ്യതിചലിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളുടെ മലവെള്ളപ്പാച്ചലുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹിദായത്തിലായി ജീവിച്ച് മരിച്ചു പോകണം. ഹിദായത്ത് ലഭിക്കാത്ത ആളുകളും വലാലത്തിലാണ്, വഴികേടിലാണ്. അത് വലിയ അബദ്ധമാണ്. അവരുടെ പോക്ക് നരകത്തിലേക്കാണ്. ഹിദായത്ത് അള്ളാഹുവിൽ നമുക്ക് നൽകുന്ന ഒരു ഗിഫ്റ്റാണ്. മറ്റെല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് അള്ളാഹു നൽകി. ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ പണ്ഡിത ലോകം പറയുന്നത് ഹിദായത്താണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നിഅമത്ത്. അള്ളാഹു തന്നെ പറഞ്ഞല്ലോ, മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്. അല്ലാഹ് ആർക്കാണോ ഹിദായത്ത് കൊടുത്തത് അവർക്കാണ് ഹിദായത്ത് കിട്ടുക. വമൻ യുളിൽ ഫൗലൈക ഹുമുൽ ഖാസിറൂൻ. ഇനി പരാജയപ്പെടുത്തിയെങ്കിൽ, വഴിപിഴപ്പിച്ചെങ്കിൽ അവര് തന്നെയാണ് പരാജയപ്പെട്ടു പോകുന്നവർ എന്ന് സൂറ അഅറാഫിൽ അല്ലാഹു തആല പറയുകയാണ്. എന്താണ് ഈ ഹിദായത്ത്? വിശ്വസിക്കൽ നിർബന്ധമായ സംഗതികളൊക്കെ വിശ്വസിക്കേണ്ട മുറപ്രകാരം വിശ്വസിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ലഭിക്കുക. എന്നിട്ട് അതനുസരിച്ച് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അല്ലാഹു തആല പഠിപ്പിച്ച ഒരു പദ്ധതിയുണ്ട്. അതിനാ ശരീഅത്ത് എന്ന് പറയുന്നത്. അതിനെ ഇഷ്ടപ്പെടുക. എന്റെ മാർഗം അതാണ് എന്ന് മാനസികമായി തീരുമാനിക്കുക. അല്ലാതെ ഒരു ശീലമായി ജീവിച്ചുകൊണ്ട് ഒരു സമുദായത്തിൽ അംഗമായി എന്നതുകൊണ്ട് ഹിദായത്ത് കിട്ടി എന്ന് പറയാൻ പറ്റൂല. അതിന് സമുദായത്തിൽ അംഗമായി എന്നേ പറയാൻ പറ്റൂ. മനസ്സിന് വല്ലാത്തൊരു താല്പര്യം, റബ്ബേ നിന്റെ നിയമം അനുസരിച്ച് എനിക്ക് ജീവിക്കണം. ആ മനസ്സിന് ഹിദായത്തുണ്ട്. ചില ആളുകൾ വിചാരിക്കും ഞാൻ ഹിദായത്തിലാണെന്ന്, പക്ഷെ ആള് തോന്നിവാസിയായിരിക്കും.
ഇത്തിബാഉൽ ഹവ എന്നതിന്റെ മലയാളം തോന്നിവാസം എന്നാണ്. എന്താണ് ഈ തോന്നിവാസം? ഇവിടെ നടക്കുന്ന നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ, നമ്മളുടെ അനുഭവങ്ങൾ, ആ അനുഭവങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ളതും ഇല്ലാത്തതുണ്ട്. ദീനിന്റെ നിയമങ്ങളിൽ അങ്ങനെയാണ്. വ്യക്തിപരമായി താല്പര്യമുള്ളതും ഇല്ലാത്തതും. ചിലർക്ക് നിസ്കരിക്കാൻ താല്പര്യമാണ്, സക്കാത്ത് കൊടുക്കാൻ താല്പര്യമില്ല. കള്ളുടിക്കാൻ താല്പര്യമില്ല, വ്യഭിചാരിക്കാൻ നല്ല താല്പര്യമാണ്. ഇങ്ങനെയൊക്കെയാ മനുഷ്യന്മാര്, പല ജീവിത താല്പര്യങ്ങളാണ്. അപ്പൊ തനിക്ക് താല്പര്യമുള്ളത് മതത്തിലുണ്ട്, അതിങ്ങെടുക്കുക. തനക്ക് താല്പര്യമില്ലാത്തതും മതം വിലക്കുന്നുണ്ട്, അത് പ്രശ്നമില്ല. ഇതിന്റെ പേര് ഇത്തിബാഉൽ ഹവ എന്നാ, ഹിദായത്തല്ല. ദേഹേച്ഛാനുസരിച്ച് ജീവിക്കുക, പറയാ ഞാൻ മുസ്ലിമാണ് എന്നാണ്. അപ്പൊ ഹിദായത്തിലായി കിട്ടാൻ വലിയ പ്രശ്നമാണ്, വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ ദേഹേച്ഛയുടെ താല്പര്യം ചൂടുപിടിക്കുന്ന ഒരു കാലഘട്ടമാണ് മനുഷ്യന്റെ യുവത്വം. യുവാവായിരിക്കുന്ന സമയത്ത് ഈ വലാലത്ത് കൂടുതൽ വഴിവെച്ച് പോകാൻ കൂടുതൽ സാധ്യതയുണ്ട്. കാരണം അവർക്ക് ആ വലാലത്തിന്റെ ദേഹേച്ഛയുടെ സമ്മർദ്ദം വല്ലാതെ കൂടി വരും. അപ്പൊ അവർക്ക് ഹിദായത്തിന് നിൽക്കണമെങ്കിൽ ഒരുപാട് പണിയെടുക്കണം. അതിന് അല്ലാഹു തആല തക്കതായ പ്രതിഫലം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ മദീനയില് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രചരിപ്പിക്കാൻ റസൂലുള്ളാഹി അവിടെ എത്തുന്നതിന് മുമ്പ് നേതൃത്വം കൊടുത്ത സഅദ്, ആ യുവാവ് മരണപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ അർശ് വിറച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ആ സഅദിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഹിദായത്തിൽ ഉറച്ചു നിൽക്കുന്ന യുവ തലമുറക്ക് നാളെ മരിച്ചു തന്നാൽ അർശിന്റെ തണലേകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ വളർന്ന യുവാക്കൾക്ക് അർശിന്റെ തണലുണ്ട്. കാരണം അവർക്ക് സമ്മർദ്ദം കൂടുതലാണ്, നല്ല ചോരത്തളപ്പുണ്ട്, ദേഹേച്ഛ അവരെ പലതിലേക്കും പിടിച്ചു വലിക്കുന്നുണ്ട്. അതൊക്കെ തട്ടിമാറ്റി എനിക്ക് അല്ലാഹ് പറഞ്ഞതാണ് വേണ്ടത്, റസൂല് പറഞ്ഞതാണ് വേണ്ടത് എന്ന് തീരുമാനിക്കാൻ വലിയ പണിയാണ്. നമ്മളെയൊക്കെ അല്ലാഹു തആല വിളിക്കുക, നിങ്ങളൊക്കെ ഹിദായത്തിലായിക്കോളി, എന്നിട്ട് സ്വർഗത്തിലേക്ക് പോരി. ഖുർആനിൽ അല്ലാഹ് പറയാ, വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു തആല ദാറുസ്സലാമിലേക്ക് വിളിക്കും. രക്ഷയുടെ വീട്, സമാധാനത്തിന്റെ വീട്, പ്രതിസന്ധി ഒന്നുമില്ലാത്ത ഒരു വീട്. ഇവിടെ നമുക്ക് വീടുണ്ട്, ജീവിതമുണ്ട്, പക്ഷേ പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങളില്ലാത്ത അനുഭവങ്ങളൊന്നുമില്ല ഇവിടെ. എല്ലാറ്റിനും പ്രതിബന്ധങ്ങളാണ്. രോഗത്തെ പേടിയ, കള്ളനെ പേടിക്കണം, അങ്ങനെ എന്തല്ല ഒരുപാട് പ്രതിബന്ധങ്ങളാ. സ്വർഗത്തിലൊന്നുമില്ല, ഒരു പ്രതിബന്ധവും ഇല്ല. രക്ഷയാണ്, സമാധാനമാണ്, ആസ്വാദനമാണ്. ആ ആസ്വാദനത്തിന്റെ, സമാധാനത്തിന്റെ, രക്ഷയുടെ വീട്ടിലേക്ക് ഇതാ നിങ്ങളെ അല്ലാഹ് വിളിക്കുന്നു. വയഹ്ദി മയ്യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, അതിലേക്ക് പോകണമെങ്കിൽ സിറാത്തുൽ മുസ്തഖീമിൽ കയറണം. അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെട്ട ആളുകളെ, ഉദ്ദേശിക്കുന്ന ആളുകളെ ആ വഴിയിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്യൂ, ആ മാർഗം സ്വീകരിക്കൂ എന്ന് അല്ലാഹു തആല ആവശ്യപ്പെടുകയാണ്. ഈ ഹിദായത്ത് ലഭിക്കാതിരിക്കാം, പലർക്കും ലഭിച്ചത് നഷ്ടപ്പെട്ടു പോകാം, ലഭിച്ച ആളുകൾക്ക് ഹിദായത്ത് നഷ്ടപ്പെടാം. അതുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചില്ലേ, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, അല്ലാഹ് ഞങ്ങൾക്ക് ഹിദായത്ത് തന്നതിന് ശേഷം ഞങ്ങളുടെ മനസ്സ് അതിൽ നിന്ന് തെറ്റിച്ച് കളയല്ലേ. അപ്പൊ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, തെറ്റിപ്പോയ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ആ ഹിദായത്തിൽ തന്നെ ഞങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർത്തണേ എന്നുകൂടി നിരന്തരമായി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം മുഅ്മിനീങ്ങൾ. അതെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ അതാണ് ഈ ദുനിയാവിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള വിഷയങ്ങളിൽ ഏറ്റവും വലിയ നഷ്ടം എന്ന് മനസ്സിലാക്കണം. ഹിദായത്ത് കിട്ടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കണം. കാരണങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. തരുന്നത് അല്ലാഹു ആണെങ്കിലും നമ്മൾ പ്രവർത്തിക്കണം, അതിൻ്റെ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. ഒന്നാമത്തെ കാരണം, അള്ളാഹുവിനും റസൂലിനും ഉത്തരം ചെയ്യണം എനിക്ക് എന്ന ഒരു ചിന്ത. എനിക്ക് അല്ലാഹ് പറഞ്ഞ പോലെ ജീവിക്കണം, റസൂല് പറഞ്ഞതൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ ജീവിക്കണം എന്ന ഒരാഗ്രഹം, അത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക മനസ്സിൽ.
അള്ളാഹ് പറയാ യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. നിങ്ങൾക്ക് ജീവൻ നൽകുന്ന സംഗതികളിലേക്കാണ് അല്ലാഹു തആല നിങ്ങളെ ക്ഷണിക്കുന്നത്, അതിലേക്കാണ് റസൂലുള്ളാഹി നിങ്ങളെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും ഉത്തരം ചെയ്യും. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ദീനീ പ്രവർത്തനം ചെയ്യുമ്പോൾ, ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ, എന്തൊരു സുഹൃതം ചെയ്യുന്ന സമയത്തും ഇത് അള്ളാഹ് പറഞ്ഞിട്ട് ചെയ്യാണ്, റസൂല് പറഞ്ഞിട്ട് ചെയ്യാണ്, അള്ളാഹ്ക്കും റസൂലിനും ഉത്തരം ചെയ്യൽ എന്റെ ബാധ്യതയാണ്. ഈ ഒരു നിലയിൽ നമ്മുടെ മനസ്സ് കൊണ്ടുവരിക. അപ്പൊ മനസ്സിൽ ഹിദായത്തുണ്ട്. അല്ലാതെ അവനും ചെയ്യുന്നുണ്ട് ഇവനും ചെയ്യുന്നുണ്ട്, ഞാൻ വിട്ടുന്നാൽ ആൾക്കാരെന്ന് പറയും, എന്നെ കണ്ടില്ലെങ്കിൽ മോശമല്ലേ. ഇനി അതല്ലെങ്കിൽ അതൊരു ശീലമായി മാറിയിരിക്കുന്നു ദീനിന്റെ പണികളൊക്കെ. അങ്ങനെയൊന്നും ആയിപ്പോകരുത് നമ്മൾ ചെയ്യുന്നത്. ഞാനിത് ചെയ്യുന്നത് അള്ളാഹ് പറഞ്ഞിട്ടാ, റസൂല് പറഞ്ഞിട്ടാ. അപ്പൊ മനസ്സിൽ ഹിദായത്തുണ്ട്. ഈ ഹിദായത്തായിരിക്കണം നമ്മുടെ നന്മയിലേക്ക് നമ്മെ ക്ഷണിക്കുന്നതും നയിക്കുന്നതും. ഈ ഒരു കാരണം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അത് വേറെ ആരും ഉണ്ടാക്കി തരൂല. നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ വിചാരിക്കണം, ഇടയ്ക്കിടെ അത് ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാപനം ചെയ്യല്, റസൂലിനെ പിൻപറ്റല് ഹിദായത്തിന്റെ കാരണം. അള്ളാഹ് പറഞ്ഞില്ലേ, വഇൻ തുതീഉഹു തഹ്തദു, റസൂലിനെ നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ തഹ്തദു, നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടും. എങ്ങോട്ട് ഹിദായത്ത്? സ്വർഗത്തിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഹിദായത്ത് കിട്ടും. അപ്പൊ നമ്മളൊരു ബിദ്അത്ത് ഒഴിവാക്കി ഒരു സുന്നത്തിലേക്ക് മടങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സോട് നമ്മൾ പറയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ കാര്യം ചെയ്താലാണ് ഞാൻ ഹിദായത്തിലാകുക, അപ്പോഴാണ് എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുക, അതിനു വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഹിദായത്ത് വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ തവക്കുല്, അള്ളാഹുവിനുള്ള തവക്കുല്, അത് ഹിദായത്തിന്റെ കാരണമാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനെന്ത് പേടിക്കാൻ, എനിക്ക് അള്ളല്ലേ എന്നാ വിചാരം. അള്ളാഹുവിനെ ആ മുറുകെ പിടിക്കുന്ന മാനസികാവസ്ഥ ഉണ്ടല്ലോ, ആ മനസ്സിലേക്ക് ഹിദായത്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. വമൻ യഅ്തസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൽ മുസ്തഖീം. ആരെങ്കിലും അള്ളാഹുവിനെ മുറുകെ പിടിച്ചാൽ അവൻ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഹിദായത്തായി എന്ന് അല്ലാഹു തആല പറയുകയാണ്. നമ്മളതല്ലേ നിസ്കാരത്തിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ട സിറാത്തുൽ മുസ്തഖീം അല്ലേ? അപ്പൊ ഏത് വിഷയത്തിലും അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്ന ഒരു മാനസികാവസ്ഥ എനിക്കുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, അതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. എന്നാ നമ്മള് സിറാത്തുൽ മുസ്തഖീമിലാണ്, ഹിദായത്തിലാണ്. അങ്ങനെ ഒരു വിചാരം ഉണ്ടായാൽ പോരാ, അതിനുവേണ്ടി പണിയെടുക്കണം, അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന ആളുകൾ ഏതൊരു ദീനീ പ്രവർത്തനം കണ്ടാലും അത് അള്ളാന്റെ മാർഗല്ലേ, റസൂല് പറഞ്ഞതല്ലേ, ഞാനതിലില്ലെങ്കിൽ മോശമല്ലേ, ഞാനും കൂടി അതിന് വേണ്ടേ എന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനം അത് നമുക്കുണ്ടെങ്കിൽ ലനഹ്ദിയന്നഹും സുബുലന, നമ്മളെ മാർഗത്തിലേക്ക് ഓനെ നമ്മൾ കൂട്ടിക്കോളും. അള്ളാഹ് ഹിദായത്തിലേക്ക് കൂട്ടണമെങ്കിൽ നമ്മളങ്ങ് കൂടണ്ടേ, നമ്മൾ കൂടണം, എന്നാലേ കൂട്ടുള്ളൂ. അപ്പോ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അങ്ങ് പ്രവർത്തിച്ച് ചേരുക. അങ്ങനെ ചേരുമ്പോ അള്ളാഹ് അങ്ങ് കൂട്ടും. ഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ. അത്തരം സുഹൃതങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അവരെയാണ് അല്ലാഹു തആല ഒപ്പം കൂട്ടുക. അപ്പൊ നമ്മൾ ഹിദായത്തിലാണോ അല്ലേ എന്ന് ഏതാണ്ടൊക്കെ മനസ്സിലാക്കാനുള്ള സംഗതികളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക എപ്പോഴും, റബ്ബേ ആ ഹിദായത്തിൽ എന്നെ നിലനിർത്തണേ, അതെനിക്ക് തരണേ, ഞാനും സിറാത്തുൽ മുസ്തഖീമിലാകണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യും. ഒരു മനുഷ്യൻ മുസ്ലിം ആകാൻ അത്യാവശ്യമായ 5 നേരത്തെ നമസ്കാരത്തിന് നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന അതല്ലേ? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ആ സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ ചേർത്ത് തരണം എന്ന ദുആയല്ലേ നമ്മൾ നടത്തുന്നത്. അത് മനസ്സറിഞ്ഞുകൊണ്ട് ആർജവത്തോടുകൂടി എനിക്കിത് വേണ്ടതാണ് എന്ന രൂപത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതെല്ലാം അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചത് അതിനാണ്. അതുപോലെ ഹിദായത്തിലെത്താനുള്ള മറ്റൊരു മാർഗം ഖുർആൻ ഓതുക, ഖുർആൻ പഠിക്കുക. കാരണം ഹിദായത്തിന് അതേ ഉള്ളൂ. അല്ലാഹു തആല പറഞ്ഞില്ലേ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം.
ഈ ഖുർആനാണ് ഏറ്റവും ശരിയായ മാർഗത്തിലേക്ക് അഥവാ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ആളുകളെ ഹിദായത്താക്കുക. അപ്പൊ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ജീവിതം, അതുപോലെ നല്ല ആളുകളുമായുള്ള സഹവാസം. റസൂല് പറഞ്ഞത് ഓരോ മനുഷ്യനും അവന്റെ കൂട്ടുകാരന്റെ ആദർശം എന്താണോ അതുപോലെ ആയിരിക്കുമായി തീരുക എന്ന്. ഇതൊക്കെയാണ് ഹിദായത്തിന്റെ മാർഗങ്ങൾ. ഇനി അതുപോലെ ഹിദായത്ത് നഷ്ടപ്പെടുത്തുന്ന സംഗതികളുണ്ട്, ഒരുപാട് തടസ്സങ്ങൾ. ആ തടസ്സങ്ങളൊക്കെ മനസ്സിലാക്കി അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക. എന്നാൽ നമ്മളും ഹിദായത്തിലാകും, നമുക്കും സിറാത്തുൽ മുസ്തഖീം ലഭിക്കും. ഹിദായത്ത് നഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗം നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. സ്വന്തം ഇഷ്ടത്തെ ബലി കഴിക്കാൻ തയ്യാറാകാതിരിക്കുന്ന ഒരവസ്ഥ. അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി, റസൂലിന്റെ ഇഷ്ടത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടത്തെ ബലി കഴിക്കാൻ തയ്യാറാകാത്ത മാനസികാവസ്ഥ ഉണ്ടോ, ഹിദായത്ത് കിട്ടൂല. ചില ആളുകൾ പറയാറില്ലേ, സത്യമൊക്കെ എനിക്കറിയാം, നിങ്ങൾ ഈ പറയുന്നതൊക്കെ തന്നെയാണ് സത്യം, പക്ഷെ നടപ്പിൽ വരുത്താൻ എനിക്ക് കഴിയുന്നില്ല. കാരണം കുടുംബം സമ്മതിക്കൂല, നാട്ടുകാര് സമ്മതിക്കൂല. ഇത് പണ്ടേ നടപ്പിലുള്ളതല്ലേ, ഞാനൊന്ന് ചെയ്യാനാ എന്നൊക്കെ പറയുന്ന ആളുകളില്ലേ. അപ്പൊ അവർക്ക് വേണ്ടത് അള്ളല്ല, റസൂലല്ല, ആ ഹിദായത്തല്ല വേണ്ടത്. പിന്നെന്താ വേണ്ടത്? ഓന് നാട്ടുകാര് വേട്ടനരിയരും അവരൊക്കെയാ വേണ്ടത്. പിന്നെ ഓനത്ത് ഹിദായത്ത് കൊടുക്കാനാ? എനിക്കത് താല്പര്യമില്ല എന്നല്ലേ ആ പറയുന്നത്. അപ്പോ സ്വന്തം ദേഹേച്ഛയെ പിൻപറ്റി ജീവിച്ചിരുന്നവൻ, ദേഹേച്ഛക്ക് വേണ്ടി, താല്പര്യത്തിന് വേണ്ടി അള്ളാന്റെയും റസൂലിന്റെയും നിർദ്ദേശങ്ങളും നിയമങ്ങളും തള്ളിക്കൊണ്ടിരിക്കുന്നവൻ, അവൻ എവിടുന്ന ഹിദായത്ത് കിട്ടുക? രണ്ടാമത്തെ സംഗതി കിബറാണ്, അഹങ്കാരാണ്. ഈ അഹങ്കാരം കൊണ്ട് ഹിദായത്ത് നഷ്ടപ്പെട്ട ഒന്നാമത്തെ കക്ഷി ഇബ്ലീസ. നീ എന്നെ തീ കൊണ്ട് പടച്ചു, ആദമിനെ മണ്ണ് കൊണ്ട് പടച്ചു, ഞാനല്ലേ വലിയ ആള്, ഞാനെങ്ങനെ സുജൂദ് ചെയ്യാ എന്ന അഹങ്കാരം ആദ്യമായി പറഞ്ഞത് ഇബ്ലീസാണ്, ലഅനത്തുല്ലാഹി അലൈഹി. അപ്പോ കിബർ കൊണ്ട് ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകും. സഅസ്രിഫു അൻ ആയാതി അല്ലദീന യതകബ്ബറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്. ഈ ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കുന്ന ആളുകളില്ലേ, ആ ആളുകളെ തൊട്ട് ആ ആളുകളെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് നാം തെറ്റിച്ച് കളയുന്നതാണ്. വയ്യറൗ കുല്ല ആയത്തിൻ ലാ യുഅ്മിനൂ. എല്ലാ തെളിവുകളും കിട്ടിയാലും ഒരു വിശ്വസിക്കൂല. ഒരു കിബറന്മാരാണ്, ഒരു അഹങ്കാരികളാണ്, അവർക്ക് ഹിദായത്ത് കിട്ടൂല എന്ന് സൂറ അഅറാഫിൽ അല്ലാഹു തആല. അപ്പൊ കിബർ എന്ന് പറഞ്ഞാൽ എന്താ? സത്യം ശരിക്കും മനസ്സിലായിട്ട് അത് അംഗീകരിക്കാതിരിക്കുക. ഇങ്ങനത്തെ ഒരു ടീം സമൂഹത്തിലുണ്ട്, അത് തുറന്ന് പറയാറുണ്ട്. ഒക്കെ എനിക്കറിയാം, പക്ഷെ പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കല്യാണത്തിന് ആള് വരൂല, മരിച്ചാലൊക്കെ ആള് കൂടണ്ടേ, സമൂഹത്തിന് ഒരു അംഗീകാരം കിട്ടണ്ടേ, അതൊന്നും ഉണ്ടാവൂല സത്യം അംഗീകരിച്ച് ജീവിച്ചാൽ. അഹങ്കാരാണത്. അല്ലാതെ നല്ല വസ്ത്രം ധരിക്കലോ, നല്ല വീടുണ്ടാക്കലോ, നല്ല വാഹനത്തിൽ യാത്ര ചെയ്യലോ, ഇതൊന്നും അല്ല കിബറ്. നല്ലത് നല്ലത്, അള്ളാഹുവിന് ഭംഗി ഇഷ്ടാണ്, അള്ള ചെയ്ത നിഅമത്തുകൾ ഉപയോഗിക്കുന്ന അള്ളാഹ്ക്ക് ഇഷ്ടാണ്, അതല്ല കിബറ്. ബത്തറുൽ ഹഖാണ്. സത്യം മനസ്സിലാക്കിയിട്ട് അംഗീകരിക്കാതിരിക്കുക, അത് തള്ളിക്കളയുക, അതിന്റെ പേരാണ് അഹങ്കാരം. അതുപോലെ തന്നെ വലാലത്ത്, ഹിദായത്ത് നഷ്ടപ്പെടാൻ, വലാലത്തിലായിത്തീരാൻ ഏറ്റവും വലിയ സംഗതി, ഹിദായത്തിന് വലിയൊരു തടസ്സം അന്ധമായ അനുകരണം. ഈ അന്ധമായ അനുകരണം, തഖ്ലീദ് എന്നത് മദ്ഹബ് പക്ഷപാതത്തിന് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അതിലുമുണ്ട്. ഇന്ന് പാശ്ചാത്യരെ അനുകരിച്ചുകൊണ്ടാണ്, അന്ധമായി അനുകരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ അവരെ പിന്തുടരുക തന്നെ ചെയ്യും, വേദക്കാരാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അത് മതകർമ്മങ്ങളിൽ മാത്രമല്ല, മനുഷ്യന്റെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന സകലവിധ ആചാരങ്ങളിലും അതുണ്ട്. വസ്ത്രധാരണയിലുണ്ട്, അവരുപയോഗിക്കുന്ന ഭക്ഷണം ഉപയോഗിക്കുന്നതിലുണ്ട്. ഇന്ന് ഒരു കോഴി വാങ്ങണമെങ്കിൽ മാതാമ തിന്ന് കാണിക്കണം, അതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഏത് സൗന്ദര്യവർദ്ധക വസ്തുക്കളാണെങ്കിലും എന്താണെങ്കിലും പാശ്ചാത്യൻ എന്താണോ പറയുന്നത് അതനുസരിച്ച് ഞാൻ ജീവിച്ചോളാമെന്ന് തീരുമാനമെടുത്ത രൂപത്തിലാണ് മുസ്ലിങ്ങൾ വരെ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട്
എല്ലാ വിഷയത്തിലും ഈ അന്ധമായ അനുകരണം അത് നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോകാനുള്ള സംഗതിയാണ്. അതുപോലെ ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോകാൻ പ്രധാനപ്പെട്ട ഒരു സംഗതി, ചില ആളുകൾ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. എന്ത്? അയാൾ വലിയ പ്രവർത്തകനാണ്, പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെയാണ്, ജില്ലാ നേതാവാണ്. എന്നിട്ട് ഓന്റെ കോലം കണ്ടോ, മൂപ്പര കോലം കണ്ടോ, ഞാനെന്താ ഇപ്പൊ അതുപോലാകാന്? സ്ത്രീകള് പറയും നല്ല പർദ്ദയൊക്കെ ഇട്ടിട്ടാണ് ഓളെ നടത്തോ, എന്നിട്ട് ഓളെ സ്തുതി കണ്ടോ, ഓൾ ഇങ്ങനല്ലേ എന്ന് പറഞ്ഞാൽ ചില മുസ്ലിമീങ്ങളുടെ നടപടി ദൂഷ്യത്തെ ഇസ്ലാമിനെതിരായ ഒരു തെളിവായി ഉദ്ധരിച്ചിട്ട് ഇനി ഞാനങ്ങനെ നടക്കുന്നില്ല എന്ന ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുക. ആളുകൾ എങ്ങനെ നടന്നാലും നമുക്കെന്താ? നമ്മൾ പാലിക്കേണ്ടത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും നിയമങ്ങളല്ലേ. അതിന് വല്ല കോട്ടമുണ്ടോ? അതിന് യാതൊരു കോട്ടവും ഇല്ലല്ലോ. അപ്പൊ കൂടെയുള്ള ആളുകളുടെ ശോചനീയ അവസ്ഥ നോക്കിയിട്ട് യഥാർത്ഥത്തെ തള്ളിക്കളയുന്നതിനെ അള്ളാഹു താല വിമർശിച്ചു. വിശുദ്ധ ഖുർആനിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രബോധന വേളയിൽ നൂഹ് നബിയുടെ ആളുകൾ നൂഹ് നബിയോട് പറഞ്ഞു, ഒമാൻ ഇറാക്ക ഇത്തബഅക ഇല്ലല്ലദീന ഹും അറാദിലുനാ ബാദിയർ റഈ. ഈ നിസ്സാരന്മാരാണ് നൂഹയത്തിന്റെ പിൻപറ്റുന്നത്. അതും ഒന്നും ആലോചിക്കാതെ അവരുടെ പ്രഥമ ദൃഷ്ടിയാ തോന്നിയ ചില ആവേശം കൊണ്ട് ചില നിസ്സാരന്മാര് മാത്രമാണ് താങ്കളെ പിന്തുടരുന്നത്, അങ്ങനെയാ ഞങ്ങൾ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ അണികളൊന്നും ശരിയല്ല എന്ന രൂപത്തിൽ യഥാർത്ഥത്തെ ഹിദായത്തെ തള്ളിക്കളഞ്ഞത് ഖുർആനിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള ഹിദായത്തിന്റെ തടസ്സങ്ങളും ഹിദായത്തിന്റെ എത്തിച്ചേരാനുള്ള നല്ല നല്ല കാരണങ്ങളും മനസ്സിലാക്കിയിട്ട് പരമാവധി അതിനുവേണ്ടി ശ്രമിക്കുകയും നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹിദായത്തിൽ ഉറച്ചു ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. قولي هذا واستغفر الله العظيم لي ولكم واستغفره اني وعنكم وعن جميع المسلمين والمؤمنين اجمعين فاستغفروه انه هو الغفور الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. أوصيكم عباد الله وإياي بتقوى الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ നിയമങ്ങൾ അത് ആ 6-ാം നൂറ്റാണ്ടിലൊക്കെ ഫിറ്റാണ്. പക്ഷെ കാലം ഏറെ പുരോഗമിച്ച് നമ്മൾ എവിടെ എത്തി, ഇപ്പോഴും ആ നിയമാണോ എന്ന് പറയുന്ന ഒരു തലമുറ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഹിദായത്ത് നഷ്ടപ്പെടുന്നത് അങ്ങനെയാണ്. അള്ളാന്റെ നിയമം വേണ്ട, അത് ഈ കാലഘട്ടത്തിനോട് യോജിച്ചതല്ല. എന്നിട്ടോ ഒരു മനുഷ്യന് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കണം, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ. സ്ത്രീകളോട് ഇസ്ലാം പറയുന്ന നിയമങ്ങളൊന്നും അതൊരു കാലഘട്ടത്തിനോട് യോജിച്ചതല്ല. അവർക്ക് പരിപൂർണ സ്വാതന്ത്ര്യം കൊടുക്കണം, ഞങ്ങൾ കൊടുത്തു കാണിച്ചു തരാം. അതാണ് സിനിമാ ലോകത്തിലൂടെ ലോകത്ത് പ്രചരിപ്പിച്ചത്. ഇന്ന് സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ട് ബാപ്പയും മക്കളും ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റാത്ത കോലത്തിൽ അതിന്റെ ഉള്ളറ. അവര് വസ്ത്രം ധരിച്ച് കാണിച്ചു തന്നു. സ്ത്രീകൾക്ക് അടിവസ്ത്രം മാത്രം മതി, എന്തിനാ പുറത്തുള്ളൊരു വസ്ത്രം എന്ന രൂപത്തിൽ എവിടെയും സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം പരിപൂർണമായി അനുഭവിച്ച ആളുകൾ അവരുടെ ഉള്ളുകള്ളി തുറന്നു പറഞ്ഞപ്പോ ഞെട്ടില്ലേ ലോകം? ഇതായിരുന്നു അതിന്റെ ഉള്ളിലുള്ളത്. അള്ളാഹുവിന്റെ നിയമത്തിന്റെ സുതാര്യത, അതിന്റെ പവിത്രത വീണ്ടും വീണ്ടും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരിക്കലും സ്ത്രീ വിരുദ്ധ ചിന്താഗതികൾ വളർത്തുന്ന മതമല്ല, സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ടാണ്. കൊള്ളയും കൊലയും നടന്നുകൊണ്ടിരിക്കുന്ന, സ്ത്രീ പീഡനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പവിത്രമായ ഒരു സ്ത്രീത്വത്തെ അവതരിപ്പിച്ചു സഹാബാക്കളുടെ ഇടയിൽ വെച്ച്.
അള്ളാഹുവിന്റെ റസൂൽ ഒരു സദസ്സിലിരിക്കുമ്പോ ആളുകൾ വന്നിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു, റസൂലെ അവിടെ കൊള്ളയാണ്, പിടിച്ചു പറയാണ്. വേറൊരാള് വന്നിട്ട് പറയാണ്, മഹാനായ റസൂലെ ദാരിദ്ര്യമാണ്, പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോ അദീ ഇബ്നു ഹാത്തിം എന്ന സഹാബിയോട് റസൂലുള്ളാഹി പറഞ്ഞു, അവരുടെ കൂട്ടത്തിലുണ്ട്, അദീയെ താങ്കൾക്ക് ഹിയറ എന്ന സ്ഥലം അറിയാമോ? അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഞാനത് കേട്ടിട്ടുണ്ട്, ഇറാഖിൽ കൂഫയിൽ, ആ കൂഫയുടെ അടുത്തുള്ള സ്ഥലമാണല്ലോ ഹിയറ, ഞാൻ പോയിട്ടില്ല, അങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ ഹിയറയിൽ വെച്ച് ഒരൊട്ടകത്തിന്റെ കൂടാരത്തിലിരുന്ന് അവിടെ നിന്ന് നടന്ന് മക്കയിൽ വന്ന് ഹജ്ജും ഉംറയും നിർവഹിക്കുന്ന സാഹചര്യം യുവതികൾക്കുണ്ടാകുന്ന ഒരു കാലഘട്ടമുണ്ടാകും അദിയെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സുവർണ കാലത്തിന് വേണ്ടി ആ മഹാനായ റസൂലുള്ളാഹി പ്രവർത്തിച്ചത് അത് ഉടുതുണി അരിഞ്ഞിട്ടല്ല, ഒഴിവാക്കിയിട്ടല്ല, മാന്യമായി വസ്ത്രം ധരിച്ച നല്ല ഒരു സംസ്കാരം വളർത്തിയെടുത്തിട്ടാണ്. സ്ത്രീ ആരാണ് എന്ന് സമൂഹത്തെ പഠിപ്പിച്ചിട്ട, അല്ലാതെ പുരുഷാധിപത്യം സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ല സ്ത്രീ സ്വാതന്ത്ര്യമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീ പക്ഷത്ത് നിന്ന് ശബ്ദിച്ചത്, അതിനുവേണ്ടി പ്രവർത്തിച്ചതാണ് ഹജ്ജത്തുൽ വദാഇൽ നമ്മൾ കണ്ടത്. അവിടുത്തെ അവസാന പ്രസംഗം അതായിരുന്നല്ലോ. ഇന്ന് എത്രയോ പുരോഗമിച്ചു, വ്യാവസായിക രംഗങ്ങളൊക്കെ വളരെയധികം പുരോഗമിച്ചു. പക്ഷേ സ്ത്രീകൾ ഇന്നും കണ്ണുനീര് കൊണ്ടാണ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ സൗകര്യങ്ങൾ, പ്രത്യേകമായ സൗകര്യങ്ങൾ, അത് വർദ്ധിപ്പിക്കാൻ അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീ ജീവിക്കാനുള്ള പൊരുതലിലാണ് ഈ കാലഘട്ടത്തിലും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ത്യാഗസമ്പൂർണമായ സമര പരിപാടികൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇസ്ലാമിന്റെ നിയമങ്ങൾ അത് ചില്ലറയല്ല, അത് അള്ളാഹുവിന്റെ നിയമമാണ്. സ്ത്രീയെ സൃഷ്ടിച്ച, പുരുഷനെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ നിയമമാണ്. വർഗപരമായ വിവേചനത്തിന്റെ പ്രയാസം ഇന്നും നിരന്തരമായി സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലൊക്കെ സ്ത്രീകൾ വളരെ മുന്നിലാണെങ്കിലും ഇന്നും അവർ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുകയാണ്. മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്ത്രീകൾ ശബ്ദിച്ച കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു പക്ഷേ ആളുകൾ പറഞ്ഞേക്കും, അത് ഐക്യത്തിന്റെ പേരിൽ മനുഷ്യനെ മറ്റൊരു നിരക്ക് വർഗവൽക്കരിച്ചതിന്റെ പേരിൽ മേലാളന്മാരുണ്ടാക്കിയ നിയമമായിരുന്നുവെന്ന് ആകാം. പക്ഷെ അനുഭവിച്ചത് സ്ത്രീയാണ്, ആജ്ഞാപിച്ചത് പുരുഷനാണ്. ആജ്ഞാപിച്ചത് പുരുഷനും അനുഭവിച്ചത് സ്ത്രീയുമാണ്. സ്ത്രീ വിരുദ്ധ നിയമമാണ് അവിടെയൊക്കെ നമ്മൾ കണ്ടത്. ഇവിടങ്ങളിലൊക്കെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം സ്ത്രീത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇടപെടുകയാണ്. ഇന്ന് തൊഴിൽ രംഗത്ത് പാശ്ചാത്യ രാജ്യങ്ങളുടെ അവസ്ഥ എന്താ? പുരുഷന്റെ ശമ്പളത്തിന്റെ നേരെ പകുതിയാ സ്ത്രീയുടെ ശമ്പളം, അതല്ലെങ്കിൽ പുരുഷന്റെ ശമ്പളത്തെക്കാൾ വളരെ കുറവാണ്. പീഡനമാണ് തൊഴിൽ രംഗത്ത്. ഒരുപാട് വിദ്യാഭ്യാസമുണ്ട്, ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. അഭ്യസ്ത വിദ്യരാണ്, പുരോഗമിച്ച ലോകമാണ്, പക്ഷേ സ്ത്രീകൾക്ക് പീഡനമാണ്. എന്നാൽ ആ പീഡനങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ഞങ്ങൾ കുടുംബ ജോലി ചെയ്തോളാം, വീട്ടിൽ ഒതുങ്ങിക്കോളാം എന്ന് തീരുമാനിച്ചാലോ അവിടെയും വീട്ടിനകത്തും പീഡനം അനുഭവിക്കുന്ന ഒരു വർഗമായി സ്ത്രീകൾ മാറിയിരിക്കുകയാണ്. ഇന്ന് വാർത്താ മാധ്യമങ്ങളിൽ അതല്ലേ കാണുന്നത്. ഇതിലൊക്കെ ഒരു സ്ത്രീത്വത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ആദർശം ജീവിതത്തിലേക്ക് പകർത്തുകയാണെങ്കിൽ സുരക്ഷിതത്വമുള്ള ഒരു സ്ത്രീ ജീവിതം ലോകത്തിന് അനുഭവിച്ചറിയാൻ സാധിക്കുമായിരുന്നു എന്ന പ്രത്യാശ പ്രകടിപ്പിക്കാനേ നിവൃത്തിയുള്ളൂ. പരമാവധി മഹാനായ റസൂലുള്ളാഹി പറഞ്ഞതുപോലെ സ്ത്രീത്വത്തെ ബഹുമാനിക്കുക, ആദരിക്കുക. അത്തരം ആളുകളാണ് യഥാർത്ഥ സൽസ്വഭാവികൾ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിക്കുകയും ലോകത്തെ പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ ഹിദായത്ത്, ആ ശരീഅത്ത്, അത് തന്നെയാണ് ലോകത്ത് ഏറ്റവും ഉദാത്തമായ മാതൃക
മാർഗം അത് തന്നെയാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള മാർഗം എന്ന് തിരിച്ചറിയുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, പാപികളാണ്, പാപങ്ങൾ പുറത്തു തരണേ റഹ്മാനെ. പല രോഗികളുടെ കുടുംബാംഗങ്ങളും ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഐസിയുയിൽ കിടക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവേ, എല്ലാവിധ പ്രശ്നങ്ങളും തീർത്തു കൊടുക്കണേ റഹ്മാനെ. പ്രത്യേക ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ശിഫ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളുമുണ്ട്, നിനക്കറിയാം. റാഹത്ത് നൽകി സന്തോഷം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ പ്രശ്നങ്ങളും തീർത്തു തരണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.